ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് തന്നെ കരമടച്ച റെസിപ്റ്റ് തപ്പിക്കൊണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ ഈ ഒരു പെട്ടി കണ്ടു. എൻ്റെ അപ്പ പണ്ട് സൗദിയിൽ വർക്ക് ചെയ്ത ടൈം മുതൽ ഈ കാത്ത് സൂക്ഷിച്ച് കിടക്കുന്ന ഒരു പെട്ടിയാട്ടോ. എൻ്റെ വീട്ടിലെ സർവത്ര ഫയൽസും സേവ് ചെയ്യുന്നത് ഈ ഒരു ഇതിനകത്തായിരിക്കും. ഇത് പെട്ടി തുറക്കാൻ തന്നെ നമുക്ക് പെർമിഷൻ ഇല്ല. പക്ഷെ സർവേറെ വന്നിട്ട് കരമടച്ച റെസിപ്റ്റ് എടുത്തുകൊണ്ടിരാ പറഞ്ഞിട്ട് ഞാൻ തപ്പി അവസാനം കിട്ടി ഗൈസ്. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം നമ്മുടെ കഥാനായകനെത്തി. ഇവനാണ് എൻ്റെ അക്കി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ പ്രവാസിയായ സുഹൃത്ത് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവൻ നാട്ടിൽ വന്നേക്കുന്നത്. സോ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേർച്ചയും കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിൽ നമ്മുടെ തിയോഫിനച്ചൻ്റെ അടുത്താണ് വന്നത്. എൻ്റെ വിശ്വാസം കേട്ടോ, എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ ഒരു പള്ളി. അപ്പം ഞാൻ ഇവനോട് എപ്പോഴും കോൾ ചെയ്യുമ്പോഴൊക്കെ പറയായിരുന്നു, നീ നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പോകാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവനെ ഫൈനലി അങ്ങോട്ട് കൊണ്ടുപോയതിന് ശേഷം നക്ഷത്രയിൽ പോയിട്ട് നല്ല കിടിലും ഫുഡൊക്കെ കഴിച്ചു. നക്ഷത്രനെ പറ്റി ഞാൻ പറയണ്ടല്ലോ ഗൈസ്, അത്രയും റഷാണ്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ മറ്റേ സദ്യ കഴിക്കുമ്പോഴത്തേക്ക് പുറകെ പോയി നിൽക്കുന്ന പോലെ വന്ന് നിന്ന് കഴിക്കേണ്ടി വരും. പക്ഷെ അതിനുള്ള ഫുഡ് ഉണ്ട് ഗൈസ്, അടിപൊളിയാണ്. അതിനുശേഷം ഞങ്ങൾ പടത്തിന് കയറാൻ വിചാരിച്ചു, നേരെ സർവ്വമായക്ക് കയറാൻ വിചാരിച്ചിട്ട് ഗൈസ്. ഒബ്രോണിലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സെൻറ്ററിൽ വന്ന് നോക്കിക്കോട്ടെ, ബിക്കോസ് ഞാൻ അവിടെ ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഒരു ഫീൽ അറിയാൻ വേണ്ടിയിട്ട്. ഗൈസ്, നിങ്ങൾക്കറിയാലോ ഞാനൊരു കാർ ഭ്രാന്തിയാണ്, എനിക്ക് കാർ കളക്ഷൻ ഉണ്ടെന്ന്. എന്നോട് ഇവൻ വന്നിട്ട് പറയാം, നീ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുത്തോളാൻ. എനിക്കൊരു മാതിരി മറ്റേ CID മൂസയിൽ അയ്യോ ഞാൻ ഇപ്പോൾ എന്തൊക്കെ എടുക്കും പറയില്ലേ, ആ ഒരു മൂഡായി പോയി. പക്ഷേ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് എനിക്കൊരാൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ട് ഞാൻ ഒന്നും എടുക്കാണ്ട് വന്നേക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. എനിക്ക് അത്രയും കൺഫ്യൂഷനായിട്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സർവ്വമായക്ക് ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫുൾ ഓഡിയൻസ് എന്തായിരുന്നെന്നറിയോ, കുട്ടികളായിരുന്നു ഗൈസ്. ഒരു സ്കൂളിൽ നിന്ന് എന്തോ കുട്ടികളെ കൊണ്ടിട്ട് വന്നായിരുന്നു. ഞാൻ അതിന് ശേഷം ഷോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഓഡിയനായിട്ട് ഇതൊന്നും കണ്ട് നിന്ന് ആസ്വദിച്ചു കേട്ടോ. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു, ബിക്കോസ് ഹോസ്റ്റ് ചെയ്യുന്ന സംഭവം നമുക്കത് അറിയത്തില്ലായിരിക്കും കേട്ടോ. അതിനുശേഷം വീട്ടിൽ വന്ന് അപ്പയൊക്കെയായിട്ട്